ഹലോ ഹാപ്പി സോൾസ്. എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വരാറുണ്ട്. എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ആ മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഒക്കെ പേര് വ്യക്തമായി പരാമർശിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ മെസ്സേജ് എനിക്കെന്നും വന്നുകൊണ്ടിരുന്നത്. മെസ്സേജ് കാണുമ്പോഴൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നുമെങ്കിലും പലപ്പോഴും ഒരു ഗുഡ് മോർണിംഗ് തിരിച്ച് വിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ടുപോകാറുണ്ട്. എന്നിട്ടും എല്ലാ ദിവസവും എന്നെയും എൻ്റെ കുടുംബത്തെയും തേടി ആ ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ്. എനിക്ക് മെസ്സേജ് അയക്കുന്ന വ്യക്തി മരിച്ചുപോയെന്നും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ ഞാൻ പങ്കെടുക്കുന്നതും ഒരു വളരെ വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഞാൻ തേങ്ങിക്കരയുന്നതും ഒക്കെ ഞാൻ സ്വപ്നം കാണുകയാണ്. അതിപ്പോഴും ഒരു സിനിമയിൽ എന്ന പോലെ എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന ശേഷം അത് യാഥാർത്ഥ്യമല്ലെന്ന് എന്നെ മനസ്സിലാക്കിപ്പിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. അത്ഭുതമെന്നിരിക്കെ അന്ന് ആ ഗുഡ് മോർണിംഗ് മെസ്സേജ് എനിക്ക് വന്നതുമില്ല. ഞാൻ വളരെ പേടിച്ചുപോയി. അതിനുശേഷം അദ്ദേഹത്തെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് തെല്ലൊരാശ്വാസമുണ്ടായത്. എനിക്ക് സംഭവിച്ച തെറ്റ് ഏറ്റുപറയുകയും അതിന് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇങ്ങനെ നിങ്ങളെ തേടിയെത്തുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജസുകൾ. പക്ഷേ ഓർക്കുക, ഈ മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്ന ആൾ അയാളുടെ സമയവും അയാളുടെ സ്നേഹവും അയാളുടെ ശ്രദ്ധയും ഒക്കെ ചിലവഴിച്ചാണ് നിങ്ങൾക്ക് ആ മെസ്സേജ് അയക്കുന്നത്. അവിടെ നിങ്ങൾ ഓർമ്മിക്കപ്പെടുകയാണ്. വാല്യൂ ദം ആൻഡ് റെസ്പെക്ട് ദം. താങ്ക് യു സോ മച്ച്.